ഹലോ, എല്ലാവർക്കും എൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പച്ച കുരുമുളകാണ്, വീട്ടിലുണ്ടായതാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്, ചൂടത്ത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഈ പച്ച കുരുമുളക് കണ്ടപ്പോഴാണ് പെട്ടെന്ന് റെസിപ്പി മനസ്സിൽ ഓർമ്മ വന്നത്. പച്ച കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറി. അപ്പോൾ മത്തിയൊക്കെ രാവിലെ വാങ്ങിച്ചു, എന്നാൽ പിന്നെ പച്ച കുരുമുളക് കൊണ്ട് ഒരു റെസിപ്പി നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഉണങ്ങുന്നതിന് മുമ്പ് ഞാനൊരു 4-5 സ്ട്രിപ്പ് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഈ റെസിപ്പി എന്ന് പറയുന്നൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ള മീൻകറിയാണ്. അപ്പം ഇന്ന് ആ വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ പച്ച കുരുമുളക് ഒരു 4-5 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ പച്ച കുരുമുളക് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇതിൻ്റെ എരിവ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വേവിച്ചെടുക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ പെട്ടെന്നൊന്നും കരിഞ്ഞു പോകത്തില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10-12 ചെറിയ ഉള്ളി ചതച്ചതും ഒരു സവാളയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി പച്ചമുളക് 2 എണ്ണം സ്ലൈസ് ചെയ്ത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മീൻ കറിക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഇനി കറിവേപ്പില കുറച്ച് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണുമാണ് വേണ്ടത്. ഈ പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി തക്കാളി 1 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാളംപുളി ഇട്ടാലും മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത് വെച്ച കുരുമുളക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുടംപുളിയാണ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഒരു 3-4 കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുടംപുളിയുടെ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് നമുക്കൊരു കപ്പ് വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ വാളംപുളിയാണ് ഇടുന്നതെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു 2 കപ്പ് ആഡ് ചെയ്താൽ മതിയാകും. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം, ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആകെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ വെള്ളവും കറിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ വെട്ടിത്തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനൊരു 10-15 മത്തി വരഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ മീൻ കറി ഒരിക്കലും ഇളക്കരുത്, കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കി മീൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ കഷ്ണമൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുമുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നമ്മുടെ മത്തിക്കറി റെഡിയാവും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മത്തി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 2 സ്ട്രിപ്പ് പച്ചക്കുരുമുളക്, ഇത്രയും കൂടിയാണ് മീൻ ഫ്രൈക്ക് വേണ്ടത്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഞാൻ മത്തിയൊക്കെ ഇവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മോന് മത്തി ഫ്രൈ ആണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് മത്തി ഫ്രൈ ഒക്കെ റെഡിയാക്കി എടുക്കണം. ഉച്ചയ്ക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ
അപ്പം ഇതെല്ലാം കഷ്ണത്തിലും ഞാൻ പിടിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനിയും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തിഫ്രൈ ഇതിനകത്ത് കുറച്ചായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വാളംപുളിയുടെ ചാറാണ്. ഇതും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ മത്തിഫ്രൈ ഒരു വെറൈറ്റി ഫ്രൈ ആയിരിക്കും. മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ ഇരിപ്പിൽ അവനൊരു 8-10 എണ്ണമൊക്കെ കഴിക്കും. അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ റെസിപ്പി ബ്ലോഗ്. അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നതും വരെ ടേക്ക് കെയർ. ബൈ ബൈ ഫ്രണ്ട്സ്.